യുകെയിലെ കെയർ ഹോമിൽ നൂറുകണക്കിന് ആളുകൾക്ക് ജോലി നഷ്ടപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട മറുനാടൻ മലയാളി ഷാജൻ സ്കറിയയ്ക്ക് മൗനം. എല്ലാ അഴിമതിക്കാർക്കെതിരെയും വെടിപൊട്ടിക്കുന്ന ഷാജൻ സ്കറിയയുടേത് ഇരട്ടത്താപ്പെന്ന് ആരോപണം. എവിടെ അഴിമതി കണ്ടാലും അതിനെതിരെ പടപൊരുതുന്ന പോരാളിയായിട്ടാണ് അയാളുടെ സമൂഹം ഷാജൻ സ്കറിയയെ കാണുന്നത്. അതായത് അങ്ങനെ ഒരു ഇമേജാണ് ഷാജൻ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. റിപ്പോർട്ടർ TV മുതലാളി ചെയ്ത തട്ടിപ്പ് വിളിച്ചു പറയുന്ന ഷാജൻ ഇവിടെ സ്വന്തം ചാരിറ്റബിൾ ട്രസ്റ്റിലെ പ്രധാന ഇൻവെസ്റ്ററും ബോർഡ് മെമ്പറുമായ സ്ത്രീ നടത്തിയ തട്ടിപ്പിൽ മൗനം പാലിക്കുകയാണ്. അതുമാത്രമല്ല, അവരെ ചേർത്തു നിർത്തും എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണമെന്നറിയുന്നു. ഈ പ്രമുഖ സ്ത്രീ ഓവർസീസ് കോൺഗ്രസ് നേതാവ് കൂടിയാണ്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, K സുധാകരൻ, KC വേണുഗോപാൽ എന്നിവരുമായി അടുത്ത ബന്ധമാണ് ഇവർക്കുള്ളത്. യുകെയിലെ ഒട്ടുമിക്ക മലയാളി അസോസിയേഷൻ പരിപാടിയുടെയും സ്പോൺസർ കൂടിയാണ് അവർ. കോടികളുടെ തട്ടിപ്പ് നടത്തിയിട്ടും കുറച്ച് ചാരിറ്റി നടത്തിയാൽ ചെയ്ത പാവം തീരുമോ? നൂറുകണക്കിന് നഴ്സുമാരുടെ കുടുംബങ്ങളാണിപ്പോൾ കണ്ണീരിലായിരിക്കുന്നത്. മനസാക്ഷിയുള്ള ഒരുവരും ഈ തട്ടിപ്പിന് കൂട്ടുനിൽക്കാൻ സാധിക്കില്ല. പ്രസ്തുത സ്ത്രീക്കെതിരെ സ്വന്തം അമ്മായിയമ്മ കൊടുത്ത കേസ് നാട്ടിൽ ആക്റ്റീവാണെന്നും പറയപ്പെടുന്നു. പ്രതികരിക്കുന്നവരെയൊക്കെ ക്യാഷ് കൊടുത്ത് ഒതുക്കുക എന്നതാണ് അവർ സ്വീകരിച്ചിരിക്കുന്ന നയം. അതുകൂടാതെ യുകെയിലെ ചില വ്ളോഗർമാരായ നന്മ മരങ്ങളും ഈ സ്ത്രീക്ക് സപ്പോർട്ടുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതിൽ പ്രധാനികളാണ് അനീഷ് എബ്രഹാം, ജസ്റ്റിൻ മഞ്ഞാലിൽ എന്നിവർ. അവർ പറയുന്നത് ആ സ്ത്രീ ആരെയും ചതിച്ചിട്ടില്ല എന്നാണ്. സംഭവം എന്തെന്ന് ചോദിച്ചാൽ, കെയർ ഹോമിലെ ലൈസൻസ് പോയി. അതിനാൽ തന്നെ നിയമപരമായി യുകെയിൽ ജോലിക്കാർക്ക് തുടരാൻ സാധിക്കില്ല. എന്നാൽ ന്യായീകരണ തൊഴിലാളികൾ ചോദിക്കുന്നത്, ഹോം ഓഫീസ് അല്ലേ സ്പോൺസർഷിപ്പ് ലൈസൻസ് കളഞ്ഞത്, അല്ലാതെ ആ സ്ത്രീയുടെ കുറ്റമാണോ എന്നാണ്. പ്രിയപ്പെട്ട ന്യായീകരണ തൊഴിലാളികളെ, കുറച്ചെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നുവെങ്കിൽ മന്ദബുദ്ധികൾ എന്ന് നിങ്ങളെ വിളിക്കാമായിരുന്നു. സ്പോൺസർഷിപ്പ് ലൈസൻസ് എങ്ങനെയാണ് ഹോം ഓഫീസ് കളയുന്നതെന്ന് പരിശോധിക്കാം. കെയർ ഹോമിലെ രോഗികൾ അല്ലെങ്കിൽ അവരുടെ കുടുംബം നൽകുന്ന പരാതികൾ, ജീവനക്കാർക്ക് ശമ്പളം നൽകാത്ത സാഹചര്യം, തൊഴിലാളിയുമായി ഉണ്ടാക്കിയ ജോബ് കോൺട്രാക്ട് ലംഘനം, അതായത് ആവശ്യമായ ജോലി സമയം നൽകാത്ത സാഹചര്യം, തൊഴിലാളി നൽകിയ പരാതി, ആവശ്യത്തിൽ കൂടുതൽ എംപ്ലോയീസ് വേണമെന്ന് കാണിച്ച് ഹോം ഓഫീസിൽ നിന്ന് കൂടുതൽ സ്റ്റാഫിനെ റിക്രൂട്ട് ചെയ്യുക, എന്നാൽ അവർക്ക് ജോലിയില്ലാത്ത സാഹചര്യം, ജോലിക്കായി തൊഴിലാളികളിൽ നിന്ന് കൈക്കൂലി വാങ്ങുക, വിസ ഫയൽ ചെയ്യാൻ പണം വാങ്ങുക, ശമ്പള കുടിശ്ശിക, ടാക്സ് ഫയൽ മിസ്സാവുക, കെയർ ക്വാളിറ്റി കൺട്രോൾ നിയമങ്ങൾ പാലിക്കാത്ത സാഹചര്യങ്ങൾ. ഈ പറഞ്ഞ ഏത് സാഹചര്യമാണെങ്കിൽ പോലും ഹോം ഓഫീസ് പലവട്ടം വാണിംഗ് ലെറ്റർ അയക്കും. അതിനുശേഷം റെയ്ഡ് അടക്കമുള്ള സാഹചര്യം ഉണ്ടാകും. അതായത് 100% ഫ്രോഡ് ആണെന്ന് തെളിവ് ലഭിച്ചതിന് ശേഷം മാത്രമേ സ്പോൺസർഷിപ്പ് ലൈസൻസ് റദ്ദാക്കുകയുള്ളൂ. അപ്പീൽ നൽകാൻ ഓപ്ഷൻ ഉണ്ടെങ്കിൽ പോലും 99% അപ്പീൽ വിജയിക്കില്ല. ഈ കെയർ ഹോമിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. വേണ്ട രീതിയിൽ മാന്യമായി കെയർ ഹോം നടത്തിപ്പോയാൽ ആർക്കും ഒരു കുഴപ്പവുമില്ല. എന്നാൽ ഇവിടെ തട്ടിപ്പ് എങ്ങനെ നടത്താമെന്നത് മാത്രമാണ് ഇവരുടെ ചിന്ത. എന്തായാലും ഈ സ്ത്രീക്ക് യുകെയിലെ യുഗ്മ പോലെയുള്ള സംഘടനകളുമായി ബന്ധമുണ്ടെന്നാണ് അറിയുന്നത്. ഇങ്ങനെയുള്ള ഫ്രോഡുകളെ തള്ളിപ്പറയുവാൻ യുഗ്മയാണെങ്കിലും ഷാജൻ സ്കറിയയാണെങ്കിലും ബ്രിട്ടീഷ് മലയാളിയാണെങ്കിലും രംഗത്ത് വരേണ്ടതുണ്ട്. സ്വന്തം ജീവിതമാർഗം നഷ്ടപ്പെട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് കൈത്താങ്ങാകേണ്ടത് ഇങ്ങനെയുള്ള സംഘടനകൾ തന്നെയാണ്. അവർ വേണ്ട വിധത്തിലുള്ള ഇടപെടലുകൾ നടത്തും എന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്.